അടുത്തൊരു മുംബൈയുടെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലചന്ദ്രന് കൃഷ്ണമ്മോട് എല്ലാ സത്യങ്ങളും പറഞ്ഞു കഴിഞ്ഞപ്പോൾ മനസ്സിന് ഒരു സന്തോഷവും സംതൃപ്തിയൊക്കെ ആവണ്. കാരണം ഇനിയിപ്പോൾ എന്തായാലും തൻ്റെ മനസ്സിൽ രഹസ്യങ്ങളൊന്നും ഇല്ലല്ലോ. ഒരാളോടെങ്കിലും പറഞ്ഞില്ല അലീനല്ലാതെ മറ്റാർക്കും ഇതൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ ബാലേന്ദ്രൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു കനായിരുന്നു. ഇപ്പോൾ തൻ്റെ മോളോട് തുറന്നു പറഞ്ഞു. ഇനി താൻ ആ വീട്ടിൽ എന്തൊക്കെ ചെയ്താലും പറഞ്ഞാലും തൻ്റെ മോള് തൻ്റെ കൂട്ടുണ്ടാവും എന്നിങ്ങനെ ബാലചന്ദ്രൻ ചിന്തിക്കിന്. അപ്പോൾ നമ്മുടെ കൃഷ്ണമോള് പറയുന്നുണ്ട്, നമുക്ക് ഇനി വീട്ടിൽ പോവാച്ചാ അലീന ചേച്ചിനെ കൊണ്ട് തന്നെ പോകാമെന്ന് പറയുന്നു. പോകണം, അല്ലാണ്ട് ഇവിടെ നമുക്ക് എന്നും നിൽക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയും. നമുക്ക് നാളെ തന്നെ പോവാന്ന് പറയും. ഇനി ആരും എന്ത് വേണേലും പറഞ്ഞോട്ടെ, ഞാൻ അച്ഛൻ്റെയും അലീന ചേച്ചിയുടെയും കൂടെ ഉണ്ടാവും. ഈ അലീന ചേച്ചിനെ ആർക്കും തട്ടിക്കളിക്കാൻ വിട്ടു കൊടുക്കുകയും വേണ്ട അച്ഛാ. അവിടെ നിന്ന് ആരും നമ്മളെ കൊല്ലപ്പള്ളിയിൽ നിന്ന് മനോഹരനല്ലാണ്ട് വേറെ ആരും വന്ന് നമ്മളെ വീട്ടിൽ ഭരിക്കാനും നോക്കണ്ട, നമുക്കതിനെ അനുവദിക്കാൻ വേണ്ടാന്ന് പറയും. അങ്ങനെ ബാലചന്ദ്രൻ പറയും, ഇല്ല മോളെ, ഇനി ഒരു പട്ടികളും നമ്മളെ വീട്ടിലേക്ക് വരില്ല മനു അല്ലാണ്ട്. ആർക്കും എൻ്റെ മുന്നിൽ വന്നത് ചോദ്യം ചെയ്യാനുള്ള ധൈര്യം ഇല്ല എന്ന് പറയും. എല്ലാവരും എന്നോട് ചതിയല്ലേ ചെയ്തത് എന്ന് പറയും. എന്നിട്ട് അവർ റൂമിലേക്ക് പോകും. അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ കൃഷ്ണമോള് അലീനനെ അങ്ങനെ നല്ലോണം നോക്കി നിൽക്കും ആദ്യം. പിന്നീട് വേഗം കയറി വന്ന് കഴിഞ്ഞിട്ട് കിടക്കുമ്പോൾ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ചേച്ചിനെ കെട്ടിപ്പിടിച്ച് ചേർത്ത് പിടിക്കുന്നു. സ്വന്തം ബബിത ചേച്ചി കൊടുക്കാത്ത സ്നേഹമാണ് കൃഷ്ണമോൾക്ക് നമ്മുടെ അലീന കൊടുത്തിട്ടുള്ളത്. അന്നേരം അതുകൊണ്ട് തന്നെ അലീനനെ അന്നും ഇഷ്ടമായിരുന്നു. ഇതിനിടയ്ക്ക് മാത്രം ചെറിയൊരു വിഷമം ഉണ്ടായുള്ളൂ. അപ്പോൾ അതോടുകൂടി സ്വന്തം ചേച്ചി എന്ന് പറഞ്ഞതോടെ അതും തീർന്ന്. അങ്ങനെ ചേച്ചീനെ കെട്ടിപ്പിടിക്കിന്. പറയാതെ തന്നെ എല്ലാ വാത്സല്യവും അലീനയ്ക്ക് കൊടുക്കുന്നത് പോലെ ഇനി കൃഷ്ണമോൾ അത് ചെയ്തത് ബാലചന്ദ്രൻ അത് നോക്കി സന്തോഷത്തോടെ ഇരിക്കുന്നു. കാരണം തൻ്റെ മോളെങ്കിലും തൻ്റെ കൂടെ ഉണ്ടല്ലോ എന്ന്. അതിനുശേഷം നമ്മുടെ കൃഷ്ണമോൾ ഉറങ്ങിയതിന് ശേഷം അലീനയും കൃഷ്ണമോളെ തിരിച്ച് കെട്ടിപ്പിടിക്കുകയും തലോടിയൊക്കെ ചെയ്യുന്നത് ബാലേന്ദ്ര സാർ എല്ലാം പറഞ്ഞു എന്നുള്ള കാര്യം അലീനയ്ക്ക് മനസ്സിലായി. പിന്നീട് പിറ്റേ ദിവസം രാവിലെ അലീന ചായയൊക്കെ ആയിട്ട് സാറിൻ്റെ മുന്നിലേക്ക് വരും. എന്താ പരിപാടി, വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടില്ലേ എന്ന് ചോദിക്കും. ഞാൻ എന്ത് ചെയ്യണം, എനിക്കറിയില്ല, സാറിൻ്റെ കാരുണ്യത്തിലല്ലേ എൻ്റെ ജീവിതം കിടക്കുന്നത്. സാറ് എന്ത് പറഞ്ഞാൽ അതുപോലെ ഞാൻ ചെയ്യും. വീട്ടിലേക്ക് വരാൻ പറഞ്ഞാൽ വരും, പോണ്ടാന്ന് പറഞ്ഞാൽ പോവില്ല. അതിൻ്റെ കാര്യങ്ങളും സാറിനറിയാലോ. അവരുടെ ജീവിതം ഞാൻ കാരണം നശിക്കരുത്, അതിനെന്തിനും ഞാൻ തയ്യാറാണെന്ന് പറയും. മരിക്കാനും തയ്യാറെന്ന് പറയും. നീ അങ്ങനെ മരിക്കൊന്നും വേണ്ട, നിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് എന്നെ തിരിച്ചു കൊണ്ടുപോകണം, എല്ലാ സ്വാതന്ത്ര്യത്തോടു കൂടി. എൻ്റെ മക്കൾക്കുള്ള എല്ലാ അവകാശവും നിനക്ക് ഞാൻ തന്നിരിക്കുന്നു. ആ അധികാരത്തോടെയും സന്തോഷത്തോടെയും വേണം നീ അങ്ങോട്ട് വരാൻ. നീ ഒരാളുടെ മുന്നിലും അടിമയായിട്ട് അവിടെ ജീവിക്കേണ്ട കാര്യമില്ല. നീ ബാലചന്ദ്രൻ്റെ മൂത്ത മോള്, 4 മക്കളാണ് ഇപ്പോൾ ബാലചന്ദ്രന്. അതിൽ മൂത്ത മോളാണ് നീ. ആ അധികാരത്തോടെ തന്നെ നീ അവിടെ കഴിയണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അപ്പോൾ നമ്മുടെ കൃഷ്ണമോൾ അതൊക്കെ കേട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷെ കൃഷ്ണമോൾക്കൊരു വിഷമവും തോന്നുന്നില്ല. കാരണം തൻ്റെ സ്വന്തം ചേച്ചിയല്ലേ അത്. അതുകൊണ്ട് തന്നെ അച്ഛൻ എന്ത് കൊടുത്താലും കൃഷ്ണമോൾക്ക് അതൊന്നും കൂടുതലല്ലായിട്ട് തോന്നുന്നത്. അത്രയ്ക്ക് ഇഷ്ടമാണ് ഇപ്പോൾ അലീനനോട് കൃഷ്ണമോൾക്ക്. സാറേ എന്നാലും എനിക്കറിയാലോ ഞാൻ അവിടുത്തെ ആരുമല്ലാന്ന്. നിങ്ങളുടെ ഇടയിൽ ഞാൻ ആരുമല്ലാന്ന് എനിക്കറിയാലോ. പിന്നെ ഞാൻ അവിടെ നിന്നിട്ട് എന്താ കാര്യം എന്ന് അറിയുമോ? ആര് പറഞ്ഞു നീ ആരുമല്ലാന്ന്? നീ ആരും അല്ലാതാവണില്ല. നീ അങ്ങനത്തെ ചിന്ത വിട്ട് കളയും, നമുക്ക് പോകാമെന്ന് പറയുന്നത്. പിന്നീട് വൈജയന്തിനെ കാണിക്കുന്നത്. വൈജയന്തി വല്ലാത്ത വിഷമത്തിലും ടെൻഷനിലൊക്കെ ഇരിക്കുന്നു. വൈജയന്തി അങ്ങനെ നേരെ വീണ്ടും സഹോദരനെ വിളിക്കുന്നു. എനിക്കതല്ല രാജീവേട്ട പേടി, പിന്നെ നിനക്ക് എന്താന്ന് ചോദിക്കും. ബാലേന്ദ്രൻ വരും, കൂടെ കൃഷ്ണമോളും ഇല്ലേന്ന് പറയും. അല്ല, പോണ വഴിക്ക് അലീനനെ പിക്ക് ചെയ്ത് പോയിട്ടുണ്ടോയെന്നാണ് എൻ്റെ ഒരു സംശയം എന്ന് പറയും. പോയിട്ടുണ്ടെങ്കിൽ എന്ന് പറയും. പോയിട്ടുണ്ടെങ്കിൽ എന്താന്ന് ചോദിക്കും. പിന്നെ നമ്മൾ ചെയ്തതൊക്കെ വെള്ളത്തിലായില്ലേ, നമ്മൾ തോറ്റില്ലേ രാജീവേട്ടാന്ന് പറയും. അയാൾക്ക് അവളെ കിട്ടിയിട്ടൊന്നും ഉണ്ടാവില്ല, അവൾ അപ്പം തന്നെ വണ്ടി കയറി പോയിട്ടുണ്ടാവും. അത് വീട്ടിലേക്ക് വരാനും നിങ്ങളുടെ മുഖത്ത് നോക്കാനുള്ള ചമ്മൽ കൊണ്ട് ഏതെങ്കിലും ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞ് വൈജയന്തിനെ സമാധാനിപ്പിക്കുന്നു. പക്ഷെ അയാളുടെ മനസ്സിലും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പോണ വഴിക്ക് കാണേം 2 പേരും കൂടെ ഒന്നിച്ചായിട്ടുണ്ടാവും പോയിട്ടുണ്ടാവാം. അങ്ങനെ ചെയ്ത കാര്യങ്ങളെല്ലാം വെള്ളത്തിലായിന്ന് ആവും എന്നിങ്ങനെ മനസ്സിലാക്കുന്ന അയാൾ. പിന്നീട് ബാലേന്ദ്രൻ്റെ ഫോൺ ഓണാവും. ഓണായ വഴിക്ക് മനു വിളിക്കുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ ഫോൺ എടുത്ത് പുറത്തേക്ക് ഇറങ്ങും. അങ്കിളിത് എവിടെയാന്ന് ചോദിക്കും. മറ്റാരോടും പറയാതെ നീ വരുമെന്നുണ്ടെങ്കിൽ ഞാൻ സ്ഥലം പറയാമെന്ന് പറയും. ഇല്ല, ഞാൻ ആരോടും പറയില്ല എന്ന് പറയും.
എന്നാൽ നീ പോര്, ഞങ്ങൾ ഇന്ന സ്ഥലത്ത് ഇന്ന റിസോർട്ടിലുണ്ട്, ഇന്നലെ ഇങ്ങോട്ട് വന്നതാണ്, ഇന്ന് മിക്കവാറും അങ്ങോട്ട് തിരിക്കും, എന്തായാലും സ്ഥിരം റിസോർട്ടിൽ നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അലീനോട് അവരൊരു ക്രൂരത ചെയ്തപ്പോൾ അവർക്ക് തിരിച്ചൊരു പണി കൊടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ, അത്രേ ഉള്ളൂ എന്ന് പറയും. അതിനു മുന്നേ നമ്മുടെ മനു അവിടെ നടന്ന കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുന്നു. ബ്രിജിത്ത് ആൻറ്റിയോട് തലേ ദിവസം പറയാമെന്ന് പറഞ്ഞിരുന്നല്ലോ, അതുകൊണ്ടാണ് വിളിച്ചത്. മാത്രമല്ല അവർ അലീനനെ വന്ന് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത്രയ്ക്കും ഉപകാരമായില്ലേ. ആ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ അങ്ങനെയെങ്കിലും അവസാനിക്കട്ടെ, ബാലേന്ദ്രൻ ഞങ്ങൾ അറിയണ്ട എന്ന് വിചാരിച്ചാണ് മനു അത് ചെയ്യുന്നത്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ അലീനനെ അവിടുന്ന് അവർ പിടിച്ചിറക്കിയതും തൻ്റെ ചെറിയച്ഛനും തൻ്റെ സഹോദരനും വൈജാൻ്റിയും മോളൊക്കെ കൂടി ചെയ്തതും അലീനനെ റോട്ടിൽ കൊണ്ട് തള്ളിയതും എല്ലാ കാര്യങ്ങളും വിളിച്ച് പറയുന്നത്. എന്നിട്ട് ബാലേന്ദ്രൻ ഞങ്ങൾ അതറിഞ്ഞതും ബാലേന്ദ്രൻ ഞങ്ങൾ കൂടെ പോയി, കൃഷ്ണമോളും കൂടെ പോയി അന്വേഷിക്കാൻ പോയിട്ടുണ്ട്. എന്തായാലും പേടിക്കണ്ട, അവർ ബാലേന്ദ്രൻ അങ്കിളിൻ്റെ കൂടെ ഉണ്ട്, കിട്ടിയിട്ടുണ്ട് അലീനനെ. അതുകൊണ്ട് രേവതിക്കുട്ടിയോട് ഇപ്പോൾ തൽക്കാലം അതൊന്നും പറയണ്ട. പറ്റുമെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് എന്തെങ്കിലും നല്ലത് പറഞ്ഞു കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമെങ്കിലും അലീനനെ ഒന്ന് മാറ്റി നിർത്താൻ ഇവിടുന്ന് കൊണ്ടുപോകണം. അങ്ങനെയെങ്കിലും ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് അവസാനിക്കണമെങ്കിൽ അതല്ലേ നല്ലതെന്ന് പറയും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ആൻറ്റീനെ പറഞ്ഞ് മനസ്സിലാക്കി എന്തെങ്കിലും ചെയ്തിട്ട് കൊണ്ടുവരണമെങ്കിൽ കൊണ്ടുവരാമല്ലോ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അലീനയ്ക്ക് എവിടെ വേണമെങ്കിലും ഒരു ജോലി മേടിച്ചു കൊടുക്കാം. അവൾ അത്യാവശ്യം പഠിച്ചിട്ടുണ്ടല്ലോ, അവൾ ചെയ്യുന്ന തൊഴിൽ തന്നെ നമുക്ക് മേടിച്ചു കൊടുക്കാം ആൻറ്റി. അവൾ അതിൻ്റെ ഉള്ളിൽ രക്ഷപ്പെടുത്താൻ ഞാൻ നോക്കിയിട്ട് ഇതേ കാണുന്നുള്ളൂ. അവളും പോകാൻ കൂട്ടാക്കുന്നില്ല. അങ്കിള് പോകണ്ടെന്നും പറയുന്നത്. എന്താ അവിടെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ആൻറ്റി ആണെങ്കിൽ ഒറ്റ കാലിൽ നിൽക്കണം, അവളെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞിട്ടെന്ന് പറയും. ശരി മനു, ഞാൻ എന്തായാലും മാമച്ചായന് രേവതിക്കുട്ടിയും കൂട്ടി വരാമെന്ന് പറയും. അങ്ങനെയാണ് അവർ അലീനനെ വിളിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോണത്. അതിന് മുന്നേ തന്നെ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് മനു ചെല്ലുന്നുണ്ട്. മനുവിനോട് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവൻ എനിക്ക് പണി കൊടുക്കാൻ അറിയാഞ്ഞിട്ടല്ല, ഞാനിപ്പോൾ ഇത് വിട്ട് കളഞ്ഞു, അവൻ പോകണമെങ്കിൽ പോട്ടെ, അതല്ല അവൻ ഭീഷണിപ്പെടുത്താനും പെങ്ങളെ സഹായിക്കാനും വേണ്ടി അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇനി അവൻ വിവരം അറിയും. ഇനി ഞാൻ വെറുതെ വിടില്ല. വൈദ്യര സഹോദരനൊന്നും ഞാൻ നോക്കില്ല, പ്രതികരിക്കുക എന്നെ ചെയ്യും എന്ന് പറയുന്നു. ചെറിയ ഞാൻ ചെറിയ രീതിയിലൊന്ന് പേടിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്കിൾ അലീനനെ കൊണ്ട് കേസ് കൊടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇനി സിംഗപ്പൂർക്ക് മടങ്ങി പോകാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ചെറിയച്ഛൻ വലിയ കാര്യത്തിൽ വൈജാൻ്റിയെ സഹായിക്കാൻ വഴിയില്ല എന്ന് പറയും. അന്ന് അവന് കൊള്ളാമെന്ന് ബാലചന്ദ്രൻ പറയുന്നു. അതിനുശേഷം അവർ എല്ലാവരും കൂടെ വീട്ടിലേക്ക് പോകും. അങ്ങനെ ചെല്ലുമ്പോൾ വൈജയന്തി കൃഷ്ണമോളെ കാണുമ്പോൾ വലിയ സന്തോഷമായിരിക്കും. പക്ഷേ ബാലചന്ദ്രൻ്റെ കൂടെ ഉള്ള ആളെ കണ്ടപ്പോൾ വൈജയന്തിയുടെ ആ സന്തോഷമൊക്കെ പോകണം. കാരണം തൻ്റെ ആ ജന്മശത്രു വീണ്ടും തിരിച്ചു വന്നേക്കണത് എങ്ങനെയൊക്കെ ഒഴിവാക്കാൻ നോക്കിയോ, ഒരു രക്ഷയില്ലാണ്ട് അതേപോലെ കറങ്ങി തിരിഞ്ഞ് വൈജയന്തിൻ്റെ തലയിലേക്ക് തന്നെ വന്ന് വീഴുന്ന ബോൾ പോലെ അലീന ആ വീട്ടിലേക്ക് കയറി വരുന്നു. അലീനയുടെ മുഖത്ത് നല്ല പേടിയും ടെൻഷനും ഉണ്ടായിരുന്നു. പക്ഷേ ബാലചന്ദ്രനും കൃഷ്ണമോൾക്കും ഒരു കുലുക്കം ഉണ്ടായിരുന്നില്ല. എല്ലാവരുടെ മുന്നിൽ വെച്ച് തന്നെ ബാലചന്ദ്രൻ പറയുന്നു, ഇനി ആരെങ്കിലും നടന്നു, ഇനി ആരെങ്കിലും ഏതെങ്കിലും ഒരു പട്ടികൾ എൻ്റെ വീട്ടിൽ വന്ന് അതിക്രമം കാണിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെ നേരിടുന്നത് ഞാനായിരിക്കില്ല, പോലീസായിരിക്കും. ആരായാലും ഞാൻ അകത്ത് കയറ്റും. അത് ഭാര്യ ആയാലും ഭാര്യയുടെ സഹോദരനായാലും ആരായാലും. അലീനനെ എൻ്റെ സമ്മതമില്ലാണ്ട് അലീനൻ്റെ ദേഹത്ത് ആരെങ്കിലും തൊട്ടിട്ടുണ്ടെങ്കിൽ അലീനനെ കൊണ്ട് ഞാൻ പരാതി കൊടുപ്പിക്കും. പിന്നെ എന്താ നടക്കാൻ പോകണമെന്ന് എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് ആരോടെന്ന് വെച്ചാൽ വിളിച്ച് പറഞ്ഞോ, ഒരാളും എൻ്റെ വീട്ടിലേക്ക് കയറി പോകരുത് അലീനനെ തൊടാനായിട്ട്. ഇതാണ് ബാലചന്ദ്രൻ്റെ തീരുമാനം എന്നിങ്ങനെ പറയുന്നു. അത് കേട്ടപ്പോൾ വൈജ അങ്ങനെ ഒന്നും മിണ്ടാണ്ട് ചെയ്തതെല്ലാം വെള്ളത്തിലായ വിഷമത്തിൽ നാണക്കേടിൽ ഇങ്ങനെ കടുപ്പിച്ച് അലീനനെ നോക്കി നിൽക്കുന്നതോടെയാണ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.